ഇത്രയും വലിയ വണ്ടി വിളിച്ച് പെട്ടിക്ക് കയറ്റി എല്ലാവരും കൂടിയുള്ള യാത്ര കാണുമ്പോൾ നിങ്ങളൊരു പക്ഷേ കരുതും ഇത് കുടുംബസമേതം എവിടേക്കോ ടൂറ് പോണതാണെന്ന്. ഇത് ടൂറ് പോണതല്ല. എൻ്റെ അനിയനും കുടുംബവും കുറച്ച് നാൾ ഞാൻ ജോലി ചെയ്യുന്ന ഈ രാജ്യം കാണാൻ വേണ്ടിയിട്ട് നാട്ടിൽ നിന്ന് യാത്രയാവുന്നതാണ്. അതിന് വേണ്ടിയിട്ടുള്ള തിക്കും തിരക്കൊക്കെയാണ് ഈ കാണുന്നത്. ഒരു ദിവസം അവധിക്ക് നാട്ടിൽ പോയത് എന്തിനാണെന്ന് പലരും ചോദിച്ചിരുന്നു. ഞാൻ അനിയനെയും ഫാമിലിയും എൻ്റെ കൂടെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോയതാണ്. 2012 ഞാൻ ജോലി കിട്ടി ഈ രാജ്യത്ത് UAE വരുന്നത്. ഞാനിവിടെ വന്ന് ഇവിടെ എൻ്റെ ജോലിയും മറ്റ് സൗകര്യങ്ങളെല്ലാം ശരിയായി കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലുള്ളവരോട് പറഞ്ഞായിരുന്നു, അച്ഛനോടും അമ്മയോടും വൈഫിൻ്റെ ഫാദറിനോടും മദറിനോടും അനിയന്മാരോടൊക്കെ പറഞ്ഞായിരുന്നു, നിങ്ങളെല്ലാവരും പാസ്പോർട്ടൊക്കെ എടുത്ത് വെച്ചാലേ ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടായി കഴിഞ്ഞാൽ എന്നെങ്കിലും ഈ രാജ്യവും ഇവിടുത്തെ സൗകര്യങ്ങളും കാഴ്ചകളൊക്കെ ഒന്ന് വന്ന് കാണാനുള്ള ഭാഗ്യം കിട്ടിയാലോ എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അവരിൽ പലരും പറഞ്ഞു, ഏയ് അതിനൊക്കെയുള്ള ഭാഗ്യം നമുക്കുണ്ടാവോ എന്ന് ചോദിച്ചു. പാസ്പോർട്ടിന് പോലും കൃത്യസമയത്ത് അപേക്ഷിക്കാതിരുന്ന ആളുകളുണ്ടായിരുന്നു. എന്തായാലും ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് അച്ഛനെയും അമ്മയെയും, നീതുൻ്റെ അച്ഛനെയും അമ്മയും എൻ്റെ തൊട്ട് താഴെയുള്ള അനിയനും കുടുംബമൊക്കെ ഇവിടെ വന്നുപോയി. ഏറ്റവും ഇളയ അനിയൻ ഇതുവരെ വന്നിട്ടുണ്ടായിരുന്നില്ല. അവരെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞാൻ തിങ്കളാഴ്ച രാവിലെ നാട്ടിലേക്ക് പോയത്. ചൊവ്വാഴ്ച വൈകുന്നേരം ഞങ്ങളെല്ലാവരും കൂടി വീട്ടിൽ നിന്ന് എയർപോർട്ടിലേക്ക് യാത്രയാകുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. വിമാനത്തിൽ കയറുമ്പോൾ ചെവി അടയുമെന്ന് ഫ്ലൈറ്റ് യാത്ര ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള അച്ചാച്ചനും അമ്മാമ്മയൊക്കെ പറഞ്ഞതനുസരിച്ചിട്ട് ചെവി മൂടി വയ്ക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അമ്പാടി വളരെ എക്സൈറ്റ്മെൻറ്റിൽ ഇരിക്കുന്നത്. തൊട്ടടുത്തിരിക്കണ പച്ച ബനിയനിട്ട രണ്ടുപേരും എൻ്റെ തൊട്ട് താഴെയുള്ള അനിയൻ്റെ മക്കളാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് വെല്ലിച്ചൻ്റെയും അമ്പാടിയുടെ കൂടെ ഞങ്ങൾക്കും ദുബായിക്ക് വന്നെന്ന് അവൻ പറഞ്ഞിരുന്നു. അധികം വൈകാതെ തന്നെ അവനെയും കൂടി ഇങ്ങോട്ട് കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണുള്ളത്. അതിൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന ബ്ലാക്ക് ടീഷർട്ട് നീതുൻ്റെ ആങ്ങളുടെ മകനാണ്. എന്നാണ് എന്നെ ദുബായിക്ക് കൊണ്ടുപോണേ എന്ന് അവനും ചോദിച്ചായിരുന്നു. എല്ലാവരെയും സമയം പോലെ ഘട്ടം ഘട്ടമായിട്ട് കൊണ്ടുവരണം. ആയുസ്സും ആരോഗ്യവും ഇവിടുത്തെ ജോലിയൊക്കെ പടച്ചവൻ നിലനിർത്തി തന്നാൽ എൻ്റെ സുഹൃത്തുക്കളെ, സ്വന്തക്കാരെ, ഈ നാട് കാണാൻ ആഗ്രഹിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ആളുകളെ എല്ലാവരെയും ഇവിടെ കൊണ്ടുവരണം എന്ന് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഫെബ്രുവരി 26 ആകുമ്പോൾ എൻ്റെ 13 വർഷത്തെ പ്രവാസ ജീവിതം പൂർത്തിയാവാണ്. വളരെ പരിമിതമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് ജനിച്ചു വളർന്ന് ഈ രാജ്യത്തെത്തി നല്ലൊരു ജോലിയൊക്കെ കിട്ടിയ സമയത്ത് സാധാരണ ഏതൊരാളും ചെയ്യാറുള്ള പോലെ തന്നെ കുറച്ച് സ്ഥലം വാങ്ങിക്കുക, നല്ലൊരു വീട് വയ്ക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് പ്രാധാന്യം കൊടുത്തത്. ആ ഒരു കാര്യത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ആഗ്രഹങ്ങളും എനിക്ക് ഭംഗിയായിട്ട് പൂർത്തീകരിക്കാൻ സാധിച്ചു. എൻ്റെ വീടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള ബാധ്യതകൾ, ലോണുകൾ എല്ലാം ഈ കഴിഞ്ഞ 2024 അവസാനത്തോടു കൂടിയാണ് കഴിഞ്ഞത്. ഇനിയുള്ള സമയത്ത് ഓരോ വർഷങ്ങളിലും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എൻ്റെ റിലേറ്റീവ്സിനെയൊക്കെ ഓരോ ഘട്ടം ഘട്ടമായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരണം എന്നുള്ള ഒരു വലിയ ആഗ്രഹമുണ്ട്. ഞാൻ ഈ കാര്യം എൻ്റെ സുഹൃത്തുക്കളോടൊക്കെ പറയുന്ന സമയത്ത് അവരിൽ പലരും അമ്പരന്ന് പോയി. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്താണ് എൻ്റെ അമ്മാവൻ്റെ മകൻ മകേഷ്. മകേഷോട് ഞാൻ പറഞ്ഞോടാ, നീ പാസ്പോർട്ട് എടുത്ത് നോക്കി, എപ്പോഴാണ് നിനക്ക് വിസ വരണമെന്ന് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ മുഖത്ത് വന്നൊരു സന്തോഷവും ഒരു പുഞ്ചിരിയുണ്ട്. ഒരിക്കലും അങ്ങനെ ഒരു കാര്യം അവനോട് ആരെങ്കിലും പറയുമെന്ന് അവൻ ജീവിതത്തിൽ ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അപ്പം അങ്ങനെ സർപ്രൈസായിട്ട് പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഒരു സമ്മാനമായിട്ട് ഞാൻ ജോലി ചെയ്യുന്ന ഈ രാജ്യവും ഇവിടുത്തെ കാഴ്ചകളൊക്കെ കൊണ്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ലിസ്റ്റ് ഇട്ട് വെച്ചിരിക്കുന്ന ചില ആളുകളുണ്ട്. അതിൽ പലർക്കും അങ്ങനെ ഒരു ലിസ്റ്റ് ഉണ്ടെന്നോ ആ ലിസ്റ്റിൽ അവരുടെ പേരുണ്ടെന്നോ പോലും അറിയില്ല എന്നുള്ളതാണ് ഏറ്റവും രസകരമായിട്ടുള്ള മറ്റൊരു കാര്യം. അതിൻ്റേതായിട്ടുള്ള സമയവും സാഹചര്യവും വന്നു ചേരുമ്പോൾ അവരോട് ഞാൻ പറയും, പാസ്പോർട്ട് റെഡിയാക്കിക്കോ, നിങ്ങൾക്കുള്ള വിസയും ടിക്കറ്റും റെഡിയാണെന്നുള്ളത്. ഈ ലിസ്റ്റിൽ എൻ്റെ റിലേറ്റീവ്സ് മാത്രമല്ല കേട്ടോ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുണ്ട്. എൻ്റെ നാട്ടിലുള്ള എനിക്ക് വലിയ സൗഹൃദമില്ലാത്ത, ഞാൻ അധികം സംസാരിക്കാത്ത ചില ആളുകളുണ്ട്. കാരണം മറ്റു പലരിൽ നിന്നൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട് ഈ ആളുകൾക്ക് ഇതുപോലെയുള്ള വലിയ വലിയ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളുണ്ട്. പക്ഷെ അവർക്ക് അതിനുള്ള നിവൃത്തിയില്ല. ഒരിക്കൽ പോലും ഒരു വിമാനത്തിൽ കയറാനോ അതിനകത്ത് യാത്ര ചെയ്യാനോ ഉള്ള നിവൃത്തിയില്ല. പക്ഷെ അവർക്ക് വലിയ ആഗ്രഹമുണ്ട് അവരുടെ മനസ്സിൽ. അങ്ങനെയുള്ള ചില ആളുകളുടെ ആഗ്രഹം കൂടി സാധിച്ചു കൊടുക്കണം എന്നുള്ള വലിയൊരു ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ട്. എൻ്റെ ഇതുപോലെയുള്ള ഓരോ ആഗ്രഹങ്ങളും സംഘടിപ്പിക്കുന്ന ഓരോ പരിപാടികളൊക്കെ കാണുന്ന സമയത്ത് അതിനുവേണ്ടി ചിലവാകുന്ന പൈസയുടെ കണക്ക് പല ആളുകളും ചിന്തിക്കാറുണ്ട്. ഇത്രയും പൈസ ചിലവാക്കി ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ടോ എന്ന് പലരും ചിന്തിക്കാറുണ്ട്. ചില ആളുകളെ സംബന്ധിച്ച് ഇതൊക്കെ ഒരു കിറുക്ക് എന്ന് തോന്നും. പക്ഷേ എന്നെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള കിറുക്കുകളാണ് എൻ്റെ സമ്പാദ്യം എന്ന് പറയുന്നത്. മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഈ മണ്ണിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും ഒരു കാലത്ത് യാത്രയാവാനുള്ളതാണ്. ഈ മണ്ണ് വിട്ട് പോകുന്ന സമയത്ത് നമ്മളുടെ ചുറ്റുമുള്ളതിൽ നിന്ന് ഒന്നുപോലും നമുക്ക് ഇവിടുന്ന് ഏറ്റുകൊണ്ടുപോകാൻ സാധിക്കില്ല. നമ്മളുടെ ചുറ്റുപാടുമുള്ള പ്രിയപ്പെട്ടവരുടെ ആരുടെയെങ്കിലുമൊക്കെ മനസ്സിൽ കുറച്ച് കാലം കൂടി നമ്മളുടെ ഓർമ്മകൾ നിലനിർത്താവുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തു വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ അതിനേക്കാളും വലിയ സമ്പാദ്യമൊന്നും ഈ ഭൂമിയിൽ ഒരു മനുഷ്യനും ഉണ്ടാക്കി വയ്ക്കാനില്ല എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള ചില കിറുക്കുകളാണ് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സമ്പാദ്യം.
അനിയൻ്റെയും ഫാമിലിയുടെയും UAE സന്ദർശനം കഴിഞ്ഞ് തിരിച്ചു പോയി കഴിയുമ്പോൾ പറ്റുമെങ്കിൽ ഈ വർഷം അവസാനം അതല്ലെങ്കിൽ അടുത്ത വർഷം ഈ സമയത്ത് എൻ്റെ പ്രിയപ്പെട്ട ആരെങ്കിലുമൊക്കെ ആയിട്ട് വീണ്ടും ഇതുപോലെ തന്നെയുള്ള യാത്രകൾ നടത്താനുള്ള ആയുസ്സും ആരോഗ്യവും നൽകണം എന്ന് മാത്രമാണ് പരമകാരുണ്യവാനായ പടച്ചവനോട് എനിക്കുള്ള പ്രാർത്ഥന.